ഇത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 315 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ദണ്ടിൽ നിന്നും എത്ര 12.6 സെൻറ്റിമീറ്റർ നീളമുള്ള കഷ്ണങ്ങൾ ലഭിക്കും എന്ന് കണ്ടുപിടിക്കണം. ആൻസർ തന്നിട്ടുണ്ട്. നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ ഉത്തരത്തിലോട്ട് കിടക്കാം. ആദ്യത്തേത് 15 അല്ലേ. ഇത് കിട്ടുവാനായിട്ട് എന്ത് ചെയ്താൽ മതി? 315നെ 12.6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ ആൻസർ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന 12.6 ഈ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 315 കിട്ടുമോ നോക്കിയാൽ മതി. നമുക്ക് 15നെ ആദ്യത്തെ തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കാം. 15നെ 12.6 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താലോ. ഇതിന് വേണ്ടി നമുക്ക് പോയിൻ്റ് തൽക്കാലം വിട്ടേക്കാം. 12 എടുത്താൽ മതി. അപ്പോൾ 15നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ 2 5 10 0 ശിഷ്ടം 1 2 3 3 5 5 ഓരഞ്ച് 5 ഓരോന്ന് 1 അല്ലേ. നമുക്ക് 180 എന്നാണ് ആൻസർ കിട്ടുന്നത്. നമുക്ക് 315 വേണ്ടത്. അപ്പോൾ ഇതല്ല എന്നുള്ള ഉറപ്പായില്ലേ. ഇനി അടുത്ത 20 നോക്കാം. നോക്കണ്ടേ, 20 ഇൻറ്റു നമുക്ക് പിന്നെ 12.6 തൽക്കാലം 0.6 വിട്ടിട്ട് 12 എടുക്കാം. അപ്പോൾ 20നെ 12 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ട്? 20നെ 12 കൊണ്ട് ഗുണിച്ചാൽ 2നെ 12 കൊണ്ട് ഗുണിക്കുമ്പോൾ 24, ഏകദേശം 240 കിട്ടുന്നത്. നമുക്ക് 315 വേണം. അപ്പോൾ ഇതും അല്ല. ഇനി അടുത്ത ഏത് നോക്കാം? 25 എടുത്ത് നോക്കാം അല്ലേ. 25. ഇപ്പോൾ 25നെ ഇവിടെ തന്നിരിക്കുന്ന 12.6 ഒന്ന് മാറ്റിയിട്ട് 12 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ നോക്കാം. 2 5 10 0 ശിഷ്ടം 1 2 2 4 1 5 ഓരഞ്ച് 5 1 2 2 കൂട്ടുമ്പോൾ 0 5 5 10 0 ശിഷ്ടം 1 3. അപ്പോൾ ഏകദേശം ഈ ആൻസർ അടുത്തടുത്ത് വരുന്നുണ്ട്. നമുക്ക് ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കൊണ്ട് നോക്കാം. 30 അല്ലേ അടുത്ത ഓപ്ഷൻ? 30 അല്ലേ. നമുക്ക് 30നെയും നമുക്ക് 12 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ നോക്കാം. 3 × 12 എന്ന് പറയുന്ന 36, 360 കിട്ടുന്നത്. ഇവിടെ 315 ഉള്ളൂ. അപ്പോൾ ഇതുമല്ല. അപ്പോൾ സാധ്യമായ ഓപ്ഷൻ എന്ന് പറയുന്നത് 25 നമ്മുടെ ആൻസർ 25. ഓക്കെ.